ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് സാംസങ് A02s എന്നൊരു മോഡലാണ്. അതിൻ്റെ ഡിസ്പ്ലേ ക്രാക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ ഡിസ്പ്ലേ നമുക്ക് മാറ്റണം. എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ മാറ്റാം എന്നാണ് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ആദ്യമായിട്ട് അതിൻ്റെ ബാക്ക് ഡോറും കാര്യങ്ങളും ഓപ്പൺ ചെയ്യണം. ബാക്ക് ഡോർ ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ അതിൻ്റെ സിം ട്രേ ആദ്യം റിമൂവ് ചെയ്യണം. കാരണം സിം ട്രേ റിമൂവ് ചെയ്താലേ അതിൻ്റെ ബാക്ക് ഡോർ ഓപ്പൺ ആവുള്ളൂ. നമ്മൾ ബാക്ക് ഡോറും കാര്യങ്ങളൊക്കെ റിമൂവ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ പൊട്ടിയ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യണം. അതിനു വേണ്ടി നമ്മളെ ഡിസ്പ്ലേയുടെ മേൽഭാഗത്ത് മദർ ബോർഡ് സെക്ഷനിൽ കുറച്ച് സ്ക്രൂ കാര്യങ്ങൾ വരുന്നുണ്ട്. അത് റിമൂവ് ചെയ്യണം. അതിന് ശേഷം അതിൻ്റെ റിംഗർ ബോക്സ് സൈഡിൽ, അതായത് താഴ്ഭാഗത്ത് അവിടെയും കുറച്ച് സ്ക്രൂവും കാര്യങ്ങൾ വരുന്നുണ്ട്. അത് റിമൂവ് ചെയ്യണം. കാരണം അത് റിമൂവ് ചെയ്താലാണ് നമുക്ക് അതിൻ്റെ പൊട്ടിയ ഡിസ്പ്ലേ ഫ്രെയിമിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. മേൽഭാഗത്തുള്ള സ്ക്രൂ റിമൂവ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കേണ്ടത് താഴ്ഭാഗത്തുള്ള സ്ക്രൂവും കാര്യങ്ങളാണ്. കാര്യങ്ങൾ കുറച്ച് റിമൂവ് ചെയ്യണം. കാരണം അടിഭാഗത്താണ് അതിൻ്റെ മറ്റേ ഡിസ്പ്ലേയുടെ മെയിൻ സെക്ഷൻ വരുന്നത്, അതാണ് സ്ട്രിപ്പ് വരുന്നത്. നമ്മൾ അടിഭാഗത്ത് ആ സ്ട്രിപ്പ് വരുന്നത് വെച്ചാൽ റിംഗർ ബോക്സും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ചെയ്യണം. നമ്മൾ സ്ക്രൂവും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. റിംഗർ ബോക്സ് ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ പൊട്ടിയ ഡിസ്പ്ലേ ഫ്രെയിമിൽ നിന്ന് എടുക്കാൻ നോക്കാം. ഇത് എടുക്കാൻ വേണ്ടി നമ്മൾ അടിഭാഗത്ത് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാലും നേരം പോലെ കിട്ടും. ഇനി ഇവിടുത്തെ ഈ ആൻറ്റന കേബിൾ ഒന്ന് റിമൂവ് ചെയ്തിട്ട് വേണം ആ സാധനം റിമൂവ് ചെയ്തെടുക്കാൻ ഡിസ്പ്ലേ. നമ്മൾ പൊട്ടിയ ഡിസ്പ്ലേ ഫ്രെയിമിൽ നിന്ന് റിമൂവ് ആയിട്ടുണ്ട്. ഏകദേശം 4-5 മാസം മുന്നിട്ട ഡിസ്പ്ലേ എന്ന് തോന്നുന്നു. പൊട്ടിയോണ്ടാണ് ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആയിട്ടുള്ളത്. ഇനി നമ്മൾ മൊത്തം മിഡിൽ ഫ്രെയിമൊക്കെ ക്ലീൻ ചെയ്യാൻ നോക്കുക. മിഡിൽ ഫ്രെയിം ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ കൊടുന്ന പുതിയ ഡിസ്പ്ലേ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ മിഡിൽ ഫ്രെയിം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ടൂസറാണ് ഉപയോഗിക്കാറുള്ളത്. ടൂസറാകുമ്പോൾ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ കഴിയും. മാക്സിമം ടൂസർ ഉപയോഗിച്ച് അതിൻ്റെ മിഡിൽ ഫ്രെയിം ക്ലീൻ ചെയ്യാൻ വേണ്ടി നോക്കുക. അതാകുമ്പോൾ വളരെ ക്ലീനായിട്ട് ചെയ്യാൻ കഴിയും. ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിൽ പറയുന്നത് പോലെ മിഡിൽ ഫ്രെയിം ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ മിഡിൽ ഫ്രെയിം ക്ലീൻ ആയി കഴിഞ്ഞാലാണ് നമുക്കത് വളരെ ക്ലിയർ ആയിട്ട് ഡിസ്പ്ലേ ഫിറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. ഒരു ഫിറ്റിങ്ങും കാര്യങ്ങളും ഉണ്ടാവുള്ളൂ. പിന്നെ എന്തെങ്കിലും ചെറുതായിട്ട് എവിടെയെങ്കിലും ഒട്ടിപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ഫിറ്റ് ആവില്ല. മാക്സിമം മിഡിൽ ഫ്രെയിം നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് എന്നിട്ട് ഡിസ്പ്ലേ ഫിറ്റ് ചെയ്യാനോ അതോ ചെക്ക് ചെയ്യാനോ നോക്കുക. കാരണം എന്തെങ്കിലും അടിയിൽ ഡസ്റ്റും കാര്യങ്ങളും ഉണ്ടെങ്കിൽ പിന്നീട് ആ ഡിസ്പ്ലേയുടെ അടിഭാഗത്ത് തട്ടി കഴിഞ്ഞാൽ അതിൻ്റെ ലൈനും കാര്യങ്ങളും വരാനുള്ള സാധ്യത കൂടുതലാണ്. മാക്സിമം ക്ലീൻ ചെയ്യുക. ഇനി നമ്മൾ മാർക്കറ്റിൽ നിന്ന് കൊടുക്കുന്ന ഒറിജിനൽ ഡിസ്പ്ലേ ഒന്ന് ഇട്ട് നോക്കാം എങ്ങനെയുണ്ടെന്ന്. സാംസങ് A02s എന്നൊരു മോഡലാണ്. ഇനി നമ്മൾ കൊടുക്കുന്ന ഡിസ്പ്ലേ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കുക. കാരണം ഫിറ്റിന് മുന്നേ ഫിറ്റിങ് ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും ചിലർ ഒരു ധൃതിയിലും ഫാസ്റ്റ് ഫിറ്റുള്ളവരതിൽ ചെക്ക് ചെയ്യാതെ ഫിറ്റ് ചെയ്യാറുണ്ട്. മാക്സിമം ചില ഡിസ്പ്ലേ എന്താ വെച്ചാൽ സപ്പോർട്ട് ആവാതിരിക്കലും ഉണ്ട്. ഈ സർവീസ് പാക്ക് ആകുമ്പോഴേ അത് ഒറിജിനൽ ഡിസ്പ്ലേ ആകുമ്പോൾ ഇപ്പോൾ സപ്പോർട്ട് ആവാതിരിക്കലും ഉണ്ട്. മാക്സിമം കൊടുത്തിട്ട് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം ഫിറ്റ് ചെയ്യാൻ നോക്കാം. നമ്മൾ ഫോണിൽ ഓണാവുന്നുണ്ട്. ഒന്ന് ഓണായി കഴിഞ്ഞതിന് ശേഷം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഡിസ്പ്ലേ കാര്യങ്ങൾ എല്ലാം ക്ലിയർ ആണോ ഇല്ലേന്ന്. എന്നിട്ട് നമുക്ക് ഫിറ്റ് ചെയ്യാൻ നോക്കാം. നമ്മൾ ഫോൺ ഏകദേശം ഓണായിട്ടിട്ട് ഇനി നമുക്ക് അതിൻ്റെ ടച്ചും കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്യാം. വീട്ടിൽ കാണുന്ന പോലെ ഡിസ്പ്ലേ നല്ല ബ്ലാക്ക് ഡിസ്പ്ലേ ആണ്. നമ്മുടെ ഡിസ്പ്ലേ കറക്റ്റാണ്. ഇനി നമുക്കൊരു ഫിറ്റ് ചെയ്യാൻ നോക്കാം. ഫിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഡിസ്പ്ലേ ഇതിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് എന്നിട്ട് ഒന്ന് ഗമ്മിട്ടതിന് ശേഷം കാര്യങ്ങൾ ഫിറ്റ് ചെയ്യാൻ നോക്കാം. സർവീസ് പാക്ക് ആകുമ്പോൾ ഇതിൻ്റെ കറക്റ്റ് അതേ ക്ലാരിറ്റിയിൽ തന്നെ നമുക്ക് ഡിസ്പ്ലേ കിട്ടും. പിന്നെ കംപ്ലൈൻറ്റ് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. നമുക്ക് 6 മാസം 1 വർഷത്തെ ഗ്യാരണ്ടി പോലും കൊടുക്കാം. കാരണം ഓട്ടോമാറ്റിക്കായിട്ട് കംപ്ലൈൻറ്റ് വരുന്നത് വളരെ റെയർ കേസിൽ വരുന്നുള്ളൂ. ഇനി ബൈ ചാൻസ് കംപ്ലൈൻറ്റ് വന്നാലും നമുക്ക് ആ ഡിസ്പ്ലേ റീപ്ലേസ്മെൻ്റ് ആയി കിട്ടും. കാരണം സർവീസ് പാക്ക് ഡിസ്പ്ലേക്ക് 6 മന്ത് വാറൻറ്റി ഉണ്ടായിരുന്നു. നമുക്കിനി ഡിസ്പ്ലേ ഫിറ്റ് ചെയ്യാൻ നോക്കാം. ഡിസ്പ്ലേ ഫിറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് RD എന്ന കമ്പനിയുടെ P7000 എന്നൊരു ഗമ്മാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഗമ്മാണ്. ഡിസ്പ്ലേ ഇടാനായിട്ട് നമ്മൾ 4 കോർണറല്ല 3 കോർണറിലും ഗമ്മ് ഇടാം. കാരണം അടിഭാഗത്ത് വല്ലാതെ ഗമ്മ് ഇടേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ ഇടാം, ഇടാതിരിക്കാം.
ഞാനിവിടെ ചെറുതായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. ചെറുതായിട്ട് ഗമ്മിട്ടാൽ മതി, കൂടുതൽ ഗമ്മിടേണ്ട ആവശ്യമില്ല. അതിന് ശേഷം ഫ്രെയിമിൻ്റെ അടിഭാഗത്തും നമുക്ക് ചെറുതായിട്ട് ഒന്ന് ഗമ്മിടാം. കാരണം അടിഭാഗത്ത് ഒട്ടുന്നത് വളരെ നല്ലതാണ്. അതാകുമ്പോൾ പൊന്തി കിടക്കാതിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കിൻ്റെ പ്രശ്നം കാര്യങ്ങളൊക്കെ കുറയും. സോ അടിഭാഗത്തും ചെറുതായിട്ട് ഗമ്മിടാം. സോ നമ്മൾ ഗമ്മിടൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ ഡിസ്പ്ലേ ഫ്രെയിമിലോട്ട് മാറ്റാൻ പോവുകയാണ്. സോ ഫ്രെയിമിലോട്ട് ഇടാൻ വേണ്ടിയിട്ട് നോക്കാം. സോ ഡിസ്പ്ലേ ഇടുമ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഇത് ഡബിൾ സ്ട്രിപ്പ് ആയതുകൊണ്ട് ആദ്യം അതിൻ്റെ ഉള്ളിൽ നേരം പോലെ ഇടാൻ വേണ്ടി നോക്കാം. കാരണം അതിൻ്റെ കറക്റ്റ് അതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഡിസ്പ്ലേ ഫ്രെയിമിലോട്ട് ഇറങ്ങുള്ളൂ. സോ അവിടെ ഇടുമ്പോൾ ചെറുതായിട്ടൊന്ന് ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഗമ്മിട്ട് വെച്ച ഡിസ്പ്ലേ ആണ്. സോ ഇനി നമ്മൾ ബൈ ചാൻസ് നേരം പോലെ നോക്കാതെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഡിസ്പ്ലേ വീണ്ടും കൂടി എടുക്കുമ്പോൾ പ്രോബ്ലം വരാറുണ്ട്. സോ ബൈ ചാൻസ് ഇടുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക. കാരണം അതൊരു ഇമ്പോർട്ടൻ്റായ കാര്യം തന്നെയാണ്. ഡിസ്പ്ലേ അതിലേക്ക് ഫിറ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് സ്ട്രിപ്പ് കയറിക്കണോ ഇല്ലേ നോക്കിയിട്ട് അതിന് ശേഷം മാത്രം ഫ്രെയിമിലോട്ട് മാറ്റാൻ വേണ്ടി നോക്കാം. സോ നമ്മൾ ഫ്രെയിമിലോട്ട് മാറ്റിയിട്ടുണ്ട്, എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഏറ്റവും ആദ്യം റിമൂവ് ചെയ്ത ആൻറ്റിന കേബിൾ ഒന്നും കൂടി അതിൽ ഫിറ്റ് ചെയ്യാൻ നോക്കുക. കാരണം ഓക്കെ സോ അത് ക്ലിയർ ആയിട്ടുണ്ട്. ഇനി അടിയിൽ റിങ്ങർ ബോക്സും പിന്നെ മേൽഭാഗത്ത് ആ സ്ട്രിപ്പും കാറിൽ ഇട്ടിട്ട് മൊത്തം പാക്ക് ചെയ്ത് നോക്കാം. സോ നമ്മളെ ഫിറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ബാക്ക് ഡോറും കാര്യങ്ങളെല്ലാം ഓക്കെ ആയിട്ടുണ്ട്. സ്ക്രൂവും കാര്യങ്ങൾ ഇടൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫോൺ ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കി നോക്കാം. സോ നിങ്ങൾക്ക് ഫോണിൽ കാണാം സംഭവം ക്ലിയർ ആയിട്ടുണ്ട്. എല്ലാം നേരം പോലെ ഓപ്പൺ ആവുന്നുണ്ട്. വളരെ ഈസി സ്റ്റെപ്പ് കൊണ്ട് നമുക്ക് ഏത് ഫോണിൻ്റെ ആണെങ്കിലും ഡിസ്പ്ലേ കറക്റ്റായിട്ട് മാറ്റാം. ഇത് സാംസങ് A02s എന്നൊരു മോഡലായിരുന്നു. കൂടുതൽ റിസ്ക് ഒന്നും ഇല്ലാത്തൊരു ടൈപ്പ് ഡിസ്പ്ലേ തന്നെ ആയിരുന്നു. നമ്മൾ വളരെ ഈസി ആയിട്ട് ഇതിലൂടെ മാറ്റാൻ കഴിഞ്ഞു. ഇതാണ് ഇപ്പോൾ അതിൻ്റെ പഴയ ഡിസ്പ്ലേ. സോ പുതിയ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്, എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. ജസ്റ്റ് ഓണായതിന് ശേഷം ഒന്ന് ടച്ചും കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ചെക്ക് ചെയ്യാം, എല്ലാം കറക്റ്റ് വർക്കിംഗ് ആണോ ഇല്ല അറിയാൻ വേണ്ടിയിട്ട്. സോ ഓക്കെ, കറക്റ്റ് 1 2 3 4 ഓക്കെ. സോ എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. സോ താങ്ക് യു ആൻഡ് സപ്പോർട്ട് പ്ലീസ്.